ഹലോ, ഞങ്ങളിന്ന് ബീച്ചിൽ പോകണം കേട്ടോ. അഴീക്കൽ ബീച്ചിലാണ് പോകുന്നത്. കല്ലൂട്ടിയുടെ ഫസ്റ്റ് ടൈമാണ്. കല്ലൂട്ടി ഉണ്ടായതിന് ശേഷം ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബീച്ചിൽ പോകുന്നത്. ഞാനും ഏട്ടനും അനിയത്തിയും കല്ലൂട്ടിയും കൂടെയാണ് കേട്ടോ പോകുന്നത്. ടാറ്റ പോകണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുട്ടി വേറെ ആരുടെ കയ്യിലും പോയില്ല. വണ്ടി കയറുന്നുണ്ട്, വേഗം വിടച്ചാന്ന് മാത്രമേ പറയുള്ളൂ. അങ്ങനെ നമ്മുടെ ബീച്ച് എത്താറായിട്ട് നമ്മളിപ്പോൾ കായംകുളം കഴിഞ്ഞു. നമ്മൾ വീട്ടിൽ നിന്ന് 3:45 ഇറങ്ങിയത്. ഇപ്പോൾ ഒരു 4:15 കുഞ്ഞ് ഉറങ്ങിപ്പോയി. പാൽ കുടിച്ചവൾ ഉറങ്ങിപ്പോയി. പാലില്ലെങ്കിൽ അവളത് വായി വെച്ചിട്ടാണ് കേട്ടോ ഉറങ്ങുന്നത്. അവൾ അനിയത്തി പുറകെ വരുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ബീച്ച് എത്താൻ പോകുന്നു. ഇനി കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ. ഏകദേശം നമ്മൾ ആ കടലിൻ്റെ ആ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ പാലത്തിൽ കയറണം. ഇതാണ് കേട്ടോ നമ്മുടെ വലിയ അഴീക്കൽ. നമ്മുടെ പാലം അടിപൊളിയാണ്, നല്ല വ്യൂ ആണ് ഇവിടെ. നമുക്കിവിടെ നിൽക്കാനൊക്കെ സൂപ്പർ. നമ്മളിവിടെ കുറച്ച് നേരം നിൽക്കുന്നുള്ളൂ, കാരണം നമ്മൾ രാത്രിക്ക് മുമ്പ് നമുക്ക് വീട്ടിൽ പോകണം. കല്ലൂട്ടിയുള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മളിവിടെ ഇച്ചിരി നേരം നിന്നിട്ട് നമ്മളിനി ബീച്ചിലോട്ട് പോകാണ് കേട്ടോ. ഇവിടെ നിറയെ ആളുകളൊക്കെ ഉണ്ട്, രണ്ട് സൈഡിലും ആളുകളാണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന്. ഇവിടെ ചുമ്മാ നിൽക്കാൻ തന്നെ അടിപൊളി രസമാണ്, നല്ല കാറ്റുമൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ ബീച്ചിലെത്തി. നമ്മൾ ബീച്ചിലേക്ക് നടക്കുക എന്നിട്ടോ. കല്ലൂട്ടി ഇതൊന്നും അറിയുന്നില്ല, അവൾ ഭയങ്കര ഉറക്കമാണ്. ഞങ്ങൾ ആൾ മാറിയെടുത്തിട്ടും അവളെ തട്ടി വിളിച്ചിട്ട് ഒന്നും അവൾ എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ നമ്മൾ എന്തായാലും അവിടെ ചെന്നിട്ട് അവളെ ഉണർത്താമെന്ന് വിചാരിച്ചു. നമ്മൾ അങ്ങനെ പോകുന്ന വഴിയൊക്കെ അവളെ വിളിക്കുന്നു, സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അവൾ നല്ല ഉറക്കമാണ്, ഭയങ്കര ഉറക്കമാണ്. വെടിക്കെട്ട് കേട്ടാൽ പോലും എഴുന്നേൽക്കാത്ത ആളാണ്. ഇനി എങ്ങനെ ഉണർത്തുമെന്ന് അറിയില്ല. അപ്പം നമ്മൾ ബീച്ചിലോട്ട് നടക്കുകയാണ്. ഇഷ്ടംപോലെ കുട്ടികൾ വലിയവരൊക്കെ പട്ടം പറത്തുന്നുണ്ട്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പട്ടം പറത്താനായിട്ട്, പക്ഷേ അതിന് പറ്റിയില്ല. അപ്പോൾ നമ്മുടെ കല്ലൂട്ടി നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളെല്ലാം അവൾ തെറ്റിച്ച്. അവളെ വെള്ളത്തിലോട്ട് കാൽ തൊടാൻ പോലും അവൾ സമ്മതിച്ചില്ല. അവൾ അത്രയ്ക്ക് കരച്ചിലായിരുന്നു. പിന്നെ എൻ്റെ കല്ലൂട്ടിയുടെയും കുറച്ച് ഡാൻസൊക്കെയാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ നിന്നതിന് ശേഷം നമ്മൾ ഇച്ചിരി ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. ബീച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഐസ്ക്രീം കപ്പലിൻ്റെ ഒന്നും കഴിക്കാതിരിക്കില്ലല്ലോ. ന്യൂമോണിയൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് കല്ലൂട്ടിക്ക് നമ്മളതിൻ്റെ പൊറോഷ കുടിച്ച് കൈ കൊടുത്ത് പറ്റിച്ചു. വീണ്ടും ഞങ്ങൾ കല്ലൂട്ടിയെ കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴത്തേനും അവളോട് അച്ഛൻ്റെ കയ്യിൽ മുറുക്കി പിടിക്കാൻ തന്നെ ഇറക്കില്ലേ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് നമ്മുടെ കുതിരയൊക്കെ ഉണ്ട്, അതിൻ്റെ റൈഡൊക്കെ ഉണ്ട്. എല്ലാത്തിനും 100 രൂപയേ ഉള്ളൂ.